ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇനി ഞാനൊരു വെജ് മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ക്യാബേജ് കൊണ്ടാണ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് വെജ് മഞ്ചൂരിയൻ എന്ന് പറഞ്ഞത്. ഇനി എപ്പോഴത്തെയും പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളാക്കി സെറ്റ് ചെയ്യണേ. ഇനി ഫസ്റ്റ് തന്നെ ക്യാബേജ് ഒന്ന് ബോൾസ് ആക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവറും മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇനി അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. എല്ലാ ബോൾസും ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാബേജ് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ബോൾസ് എല്ലാം ഒന്നും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചും ചെയ്തിട്ടെടുക്കാം. ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും വൈറ്റും വേറെ വേറെ ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ലൈറ്റ് സോയാ സോസാണ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ കെച്ചപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ. ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊരു 30 സെക്കൻഡ് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതിയാവും. അതൊരു 1 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക.
ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതൊന്ന് 1 മിനിറ്റ് നേരം സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ഗ്രീന് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സോസ് ഒന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർക്കണം. അതിന് മുമ്പ് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അത് നമ്മുടെ സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മൾ സോസ് ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു തിളക്കം വരാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ബാക്കിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും നമ്മളെ സോസൊക്കെ ഈ ബോൾസിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം കൂടുതൽ ചേർത്താൽ മതിയാവും. ഞാനിതിൽ ഉപ്പിടുന്ന കാര്യം പറയാതിരുന്നത് സോസിലൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് എനിക്കിതിൽ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പ് ചേർക്കാതിരുന്നത്. ഇത് നല്ലൊരു സ്റ്റാർട്ടറും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.